ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെ അല്ലായിരുന്നെങ്കിലെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ നമ്മൾ കൂടുതലും ചിന്തിച്ചു പോയിട്ടുണ്ടാവുക ചില പ്രണയ സിനിമകളുടെ ക്ലൈമാക്സ് കണ്ടപ്പോഴായിരിക്കും. വളരെ ഇന്റൻസ് ആയിട്ട് പ്രണയിച്ചിട്ടും ഒന്നിക്കാതെ പോയ ആ പ്രണയികളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. ലവ് സ്റ്റോറികൾക്ക്, ഈ പറയുന്ന പ്രണയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുറിവുകൾ ഉണക്കാനും ചിലപ്പോ അതിനേക്കാൾ വലിയ മുറിവുകൾ ഉണ്ടാക്കാനും ഒരുപോലെ കഴിയുന്ന ഒരു പ്രത്യേകതരം സംഗതിയാണ് ഈ പ്രണയം. അങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ സങ്കടമുണ്ടാക്കി നായകനും നായികയും ഒന്നിക്കാതെ പോയ ചില സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ഇത്തിരി റൊമാൻറ്റിക് ആയിക്കോട്ടെ. പ്രണയിക്കുന്നവരെക്കാൾ പ്രണയ നഷ്ടം സംഭവിച്ചവർക്കായിരിക്കും വാലന്റൈൻസ് ഡേക്ക് കൂടുതൽ എഫക്ട്. ലവ് എന്ത് പെയിൻഫുൾ അറിയോ, അത് അനുഭവിച്ച് എനിക്ക് അറിയുള്ളൂ. അങ്ങനെ മലയാള സിനിമയിൽ നഷ്ടമായ പ്രണയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുൻപ് ഒരു കാര്യം, എനിക്കും ജീവിക്കണ്ടോ. ഈ വാലന്റൈൻസ് ഡേക്ക് ലവ് സ്റ്റോറികൾ വായിക്കാൻ വലിയൊരു ഓഫറുമായി വന്നിരിക്കുകയാണ് കുക്കു FM. പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും സുഖവും വിഷാദവും നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന MT വാസുദേവൻ നായരുടെ മഞ്ഞ് മുതൽ ജോയ്സിയുടെ മോഹപക്ഷികളും പുതിയ കാലത്തെ IT പ്രണയം പറയുന്ന ഈ ഹരികുമാറിന്റെ പ്രണയത്തിനൊരു സോഫ്റ്റ്വെയറും വരെയുള്ള പ്രണയ കഥകൾ കുക്കു FM-ലൂടെ ഓഡിയോ ബുക്കായി നമുക്ക് കേൾക്കാം. അതായത് വായിച്ച് ബുദ്ധിമുട്ടണ്ട, വായിക്കാനായി സമയം കണ്ടെത്തുകയും വേണ്ട. കഥകൾ നമുക്ക് കേട്ടാസ്വദിക്കാം, അതും ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതത്തോടു കൂടി. അതുകൂടാതെ ലോക പ്രശസ്ത എഴുത്തുകാരായ ആന്റൺ ചെക്കോവിന്റെയും മാക്സിം ഗോർക്കിയുടെയും ഒക്കെ ലോക ക്ലാസിക് പ്രണയ കഥകളും കുക്കു FM-ലുണ്ട്. ഇപ്പൊ ഇത് പറയാൻ കാരണം ഫെബ്രുവരി 12 മുതൽ തുടങ്ങി ഈ വാലന്റൈൻസ് ഡേ വീക്കിൽ 60% ഓഫിൽ, അതായത് വെറും 39 രൂപയ്ക്ക് 10,000-ഓളം പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം കുക്കു FM-ലൂടെ. സമയമുള്ളവരെ കേട്ടാൽ മതിയല്ലോ. ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം Love60 എന്ന കോഡ് ഉപയോഗിച്ചാൽ ഓഫർ നിങ്ങൾക്ക് അവൈൽ ആവും. അപ്പോൾ വായന ഇഷ്ടപ്പെടുന്നവരും വായിക്കാൻ സമയമില്ലാത്തവരും ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. നമ്മുടെയൊക്കെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയല്ലേ. ആ ഒരു ഒഴുക്കിൽ തന്നെ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, കരച്ചിലുണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രണയവും ഉണ്ടാവും. അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് ഒഴുകിക്കൊണ്ടേയിരിക്കും. മായനദി എന്ന സിനിമയും അതുപോലെ ഒഴുകി പോകുന്ന ഒരു സിനിമയാണ്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫുമായി, നമ്മുടെയൊക്കെ പ്രണയവുമായി ഭയങ്കരമായി അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് മായനദി. ശ്യാം പുഷ്കരനും ദിലേഷ് നായരും ഒരുമിച്ചെഴുതി ടൊവിനോയെ നായകനാക്കി ആഷിഖ് കപൂർ 2017 സംവിധാനം ചെയ്ത സിനിമ. നല്ല രസമുള്ളൊരു ലവ് സ്റ്റോറി, വളരെ സിമ്പിളായി എന്നാൽ ഭയങ്കര പവർഫുൾ ആയി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് മായനദി. അപ്പുവിന്റെയും മാത്തന്റെയും ലവ് സ്റ്റോറി മാത്രമല്ല മായനദി, അതിനപ്പുറത്തേക്ക് ഒരുപാട് ലൈഫുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാം. അബദ്ധത്തിൽ ഒരാളെ കൊല്ലേണ്ടി വരുന്ന മാത്തന്റെ ഇൻസെക്യൂരിറ്റി നമുക്ക് സിനിമയിൽ കാണാം. മാത്തന് അപ്പുവിനോടൊപ്പം ജീവിക്കാനുള്ള ആ കൊതി കാണാം. ബ്രദറിന്റെ വാശിയിൽ തന്റെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ കളഞ്ഞിട്ട് പോകേണ്ടി വരുന്ന പെൺകുട്ടി. പഴയതെല്ലാം വിട്ട് ഇപ്പോ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ജീവിക്കുന്ന ആശ. പ്രതിയോട് കുറച്ച് ദയ തോന്നുന്ന പോലീസുകാരൻ. അങ്ങനെ ഒരുപാട് പേരുടെ കഥയും ഇമോഷൻസും ഒക്കെ പറയുന്ന ഒരു സിനിമയാണ് മായനദി. അതെല്ലാം മാത്തനിലൂടെയും അപ്പുവിലൂടെയും പറയുന്നുവെന്ന് മാത്രം. അവരുടെ ആ ഒരു പ്രേമം ഭയങ്കര രസമായിരുന്നു. അവസാനം അവരിരുവരും ഒന്നിക്കുമെന്ന് തന്നെയാണ് സിനിമ കണ്ടിരുന്ന ഓരോരുത്തരും പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ തോക്കിൻകുഴലിൽ നിന്ന് പാഞ്ഞു വന്ന മരണത്തിന്റെ ആ ഒരു ബുള്ളറ്റിൽ എല്ലാം അവസാനിച്ചു. മാത്തന് ഈ ലോകത്ത് അപ്പുവിനോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. മാത്തനെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പോലും ഡൗട്ടാണ്. കാരണം അത്രയും സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുത്തിയിട്ടാണ് മാത്തൻ ഒരു ചിരിയോടെ എന്നാ ഞാൻ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞ് നടന്നു പോകുന്നത്. ഞാൻ പോയിട്ട് നാളെ വരാം. സത്യത്തിൽ അപ്പുവിനോടുള്ള ആ ഒരു ഇഷ്ടമാണ് മാത്തന്റെ മരണത്തിന് വരെ കാരണമാകുന്നത്. പക്ഷെ മാത്തൻ അതിലൊക്കെ ഓക്കെ ആയിരുന്നു. മരണത്തിൽ പോലും മാത്തൻ അപ്പുവിനെ തള്ളി പറയുന്നില്ല. രോമാഞ്ചം. സിനിമയുടെ അവസാനം മാത്തനെ കൊല്ലാൻ മാത്രമേ ഇളവരസിന് കഴിയുന്നുള്ളൂ. മാത്തന്റെ പ്രണയത്തെ കൊല്ലാൻ അയാൾക്ക് കഴിയുന്നില്ല. മാത്തന്റെ പ്രണയത്തിന് മുന്നിൽ പതറിപ്പോകുന്ന ഇളവരസിനെ നമുക്ക് കാണാം സിനിമയുടെ ക്ലൈമാക്സിൽ. മാത്തന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ ഒരു സീൻ ഭയങ്കര പെയിൻഫുൾ ആയ ഒരു സീനാണ്. പിന്നെ അവിടെ കാണുന്നത് വലിയൊരു ശബ്ദത്തോടെ മാത്തന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന വെടിയുണ്ടയാണ്. മാത്തൻ അവിടെ സ്ക്രീനിൽ വെടികൊണ്ട് വീഴുമ്പോൾ നമുക്ക് വെടികൊണ്ട പോലൊരു ഫീൽ ആയിരുന്നു സിനിമ കണ്ടിരുന്ന ഓരോരുത്തർക്കും ഉണ്ടായത്. അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. വെടികൊണ്ട് താഴേക്ക് വീഴുമ്പോഴും മാത്തന്റെ കണ്ണുകളിൽ അപ്പു ആയിരുന്നു. സിനിമയുടെ അവസാന സീനിലും അപ്പു പ്രതീക്ഷിക്കുന്നത് മാത്തൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ്. അവസാനത്തെ അപ്പുവിന്റെ ഡയലോഗും ഭയങ്കര ഫീലാണ്. സന്തോഷം വരുമ്പോ ഞാൻ മാത്തനെ ഓർക്കും. ഇങ്ങനെ നടക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് എവിടുന്നോ അവൻ എന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. സിനിമ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അവസാനിച്ചത് കൊണ്ടായിരിക്കാം നമ്മൾ ഇന്നും ഈ സിനിമയെ പറ്റി ഓർക്കുന്നതും സംസാരിക്കുന്നതും. അവര് സന്തോഷത്തോടെ ഒന്നിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഗുമ്മ നമുക്ക് കിട്ടില്ലായിരുന്നു. ചില നോവുകൾക്ക് ഒരു പ്രത്യേക സുഖമാണ് അല്ലേ.
1994 ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലിന്റെ സിനിമയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഗുഡ് നൈറ്റ് മോഹന് കൊടുത്തൊരു ഡേറ്റ് മോഹൻലാലിനും പ്രിയദർശനും അങ്ങനെ വെറുതെ കിടപ്പുണ്ട്. വെറുതെ എങ്ങനെ കിടക്കുന്നു എന്ന് പറയാൻ കാരണം അപ്പോഴൊരു സിനിമ ചെയ്യാനുള്ള ഒരു കഥയൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ പ്രിയദർശനോട് ചോദിക്കുന്നത്. പക്ഷേ എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തിരക്കഥാകൃത്തായ ചെറിയാൻ കൽപ്പകവാടി എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ലാലേട്ടനോടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ആ കഥ പ്രിയദർശനോട് പറയുകയും ആ ത്രെഡ് പ്രിയന് ഇഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നെ അവരൊന്നും നോക്കിയില്ല, ആ ഒരു ഐഡിയയും കൊണ്ട് അവർ നേരെ ഊട്ടിക്ക് വണ്ടി കയറി, അതും ഒരു ഫുൾ ക്രൂവുമായിട്ട്. അങ്ങനെ ആ സിനിമയുടെ പരിപാടികൾ തുടങ്ങി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അന്നന്ന് ഷൂട്ട് ചെയ്യേണ്ട സീനുകൾ അന്ന് ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്രിയദർശൻ സെറ്റിലിരുന്ന് തന്നെ എഴുതി തീർക്കും. പല സീനുകളുടെയും ഡയലോഗുകൾ പോലും ഷൂട്ടിംഗ് സമയത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ അങ്ങ് ഷൂട്ട് ചെയ്തു. അതൊക്കെ ഡബ്ബിംഗ് സമയത്ത് ശരിയാക്കാമെന്നായിരുന്നു പ്രിയദർശൻ പറഞ്ഞത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ കിലുക്കം സിനിമയിലെ പോലെ നായിക ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കണം നായികയുടെ എൻട്രി. അപ്പോൾ അത്രേ ഉള്ളൂ, ശരിയാക്കാം. അത് അങ്ങനെ തന്നെയാണ് സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഒരു തട്ടിക്കൂട്ട് സിനിമയായിരുന്നു അത്. സിനിമ ഏതാന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. 1994 പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശോഭന, തിലകൻ, വേണു നാഗവള്ളി, ജഗദീഷ് ശ്രീകുമാർ എന്നിങ്ങനെ വലിയൊരു താരനിര അഭിനയിച്ച് പുറത്തിറങ്ങി സൂപ്പർ ഹിറ്റായ മിന്നാരം. 8 കിടിലം പാട്ടുകളുള്ള ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കടേഷും ലിറിക്സ് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയുമായിരുന്നു. സംഭവം തട്ടിക്കൂട്ടി ഒരുക്കിയ സ്ക്രിപ്റ്റും കാര്യമൊക്കെ ആയിരുന്നെങ്കിലും ആ വർഷത്തെ ഓണത്തിനിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് മിന്നാരത്തിനായിരുന്നു. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെയൊക്കെ ചിരിപ്പിച്ച് കൊല്ലാറാക്കിയ പപ്പുവിന്റെയും മണിയമ്പിള്ള രാജുവിന്റെയും ജഗതിയുടെയും ഒക്കെ കോമഡി സീനുകൾ ഷൂട്ടിംഗ് സെറ്റിലിരുന്ന സെക്കൻഡുകൾ കൊണ്ട് പ്രിയദർശൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ സമ്മതിക്കണം. അങ്ങനെ ചിരിപ്പിച്ച് സിനിമ അവസാനം നമ്മളെ കരയിക്കുകയാണ്. ബോബിയുടെയും നീനയുടെയും കളർഫുൾ ആയ മനോഹരമായ ഒരു ലവ് സ്റ്റോറി, അത് കഴിഞ്ഞുള്ള അവരുടെ ലൈഫ്, കുട്ടിയുടെ പിതൃത്വം തെളിയിക്കുന്ന കോമഡികൾ, അങ്ങനെ രസമുള്ള കുറെ സംഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് നീനയ്ക്കുള്ള അസുഖം ബോബിയും വീട്ടുകാരും ഒക്കെ അറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും എല്ലാം വളരെ ലേറ്റ് ആയിരുന്നു. മരുന്നും കൊണ്ട് ബോബി വന്നപ്പോഴേക്കും നീന നമ്മുടെയൊക്കെ മനസ്സിലൊരു വേദന ഉണ്ടാക്കി മരിച്ചു പോയിരുന്നു. ആ പാട്ടാണ് മിന്നാരം സിനിമയുടെ ആത്മാവ്. നിലാവേ മായും എപ്പോ കേട്ടാലും അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. മിന്നാരത്തില് ശോഭന മരിക്കാതിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളിൽ പലരും. മരിച്ചിരുന്നില്ലെങ്കിൽ സിനിമയിലെ ലാലേട്ടനും ശോഭനയും അവസാനം ഒന്നിച്ചേനെ. ബോബി സഞ്ജയ്മാരുടെ തിരക്കഥയിൽ പൃഥ്വിരാജിനെ നായകനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 2012 പുറത്തു വന്ന അയാളും ഞാനും തമ്മിൽ. നിരാശാകാമുകി കാമുകന്മാരുടെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിച്ച അഴലിന്റെ ആഴങ്ങളിൽ എന്ന പാട്ടും ഈ സിനിമയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ലാൽ ജോസ് സിനിമകളിൽ സാധാരണ എപ്പോഴും സംഗീതം ചെയ്യാറുള്ളത് വിദ്യാസാഗറാണ്. അവരൊന്നു ചേർന്നപ്പോഴൊക്കെ നല്ല കിടിലൻ മെലഡീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയാളും ഞാനും തമ്മിൽ സിനിമയുടെ പോസ്റ്റർ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ലാൽ ജോസ് എന്തിനാവും ഇപ്പോ ഔസേപ്പച്ചനെ കൊണ്ടുവന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അഴലിന്റെ ആഴങ്ങളിൽ കേട്ടപ്പോൾ മനസ്സിലായി അതെന്തിനായിരുന്നു എന്ന്. പൃഥ്വിരാജിന്റെ രവി തരകൻ എന്ന ക്യാരക്ടറിന്റെ ലൈഫിലൂടെയുള്ളൊരു യാത്രയാണ് സിനിമ. കിടിലനൊരു ലവ് സ്റ്റോറിയാണ് സിനിമയിൽ ഉള്ളതെങ്കിലും സിനിമയിലെ രവി തരകന്റെ പ്രൈമറി ഐഡന്റിറ്റി എന്ന് പറയുന്നത് കാമുകനല്ല, നല്ലൊരു ഡോക്ടർ എന്നതാണ്. രവി തരകന്റെ ലൈഫിൽ ഓരോ സമയത്തും ഓരോ ആളുകൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ വന്ന ഒരാളാണ് സൈനു. രവിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല. ആ സീനുകളൊക്കെ ഇപ്പൊ കാണുമ്പോഴും വല്ലാത്തൊരു ടെൻഷനും വിങ്ങലുമാണ് മനസ്സിൽ. മണിച്ചേട്ടന്റെ ആ ക്യാരക്ടറിനോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യം തോന്നും നമുക്ക്. അതാണ് ആ നടന്റെ വിജയം. പക്ഷേ സിനിമ ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തുന്നത് ഒരു ഫീൽ ഗുഡ് മൊമെന്റിൽ തന്നെയാണ്. എന്റെ കഥ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് രവി പറയുന്നിടത്ത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. എന്നാലും സൈനു കൂടെ രവിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് സിനിമ കണ്ട പലരും അപ്പോൾ ഒരുപോലെ ആഗ്രഹിച്ചു കാണണം. ഷാനവാസ് കെ ബാവക്കുട്ടി തിരക്കഥ എഴുതി ഷെയ്ൻ നിഗമിനെ നായകനാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് 2016 പുറത്തു വന്ന കിസ്മത്ത്. കിസ്മത്ത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയണ? കിസ്മത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിധി എന്നാണ്, അല്ലെ? രണ്ട് മതത്തിൽപ്പെട്ട രണ്ടുപേരുടെ ലവ് സ്റ്റോറിയാണ് സിനിമ പറയുന്നത്. സിനിമയുടെ ട്രെയിലർ വന്ന സമയത്ത് തന്നെ അതിലെ ഈ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റായിരുന്നു. എന്റെ ഗുണമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പൊന്നാനിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഷാനവാസ് ബാവക്കുട്ടി ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്ന ഇർഫാന്റെയും ഒരു ദരിദ്ര ദളിത് ഫാമിലിയിൽ നിന്ന് വന്ന അനിതയുടെയും ലവ് സ്റ്റോറി വെറും ഒരു പൈങ്കിളി കഥയല്ല. ലവ് സ്റ്റോറി എന്നതിനപ്പുറത്തേക്ക് പ്രണയിക്കുന്ന രണ്ടുപേരുടെ ഡിസിഷനാണ് സിനിമ. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ കൂടിയാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഈ സിനിമ ഏകദേശം 1 വർഷത്തോളമാണ് പെട്ടിയിലിരുന്നത്. സിനിമാറ്റോഗ്രാഫറും സംവിധായകനും ഒക്കെയായ രാജീവ് രവിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെങ്കിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വിതരണക്കാർ പലരും സിനിമ അന്ന് ഏറ്റെടുത്തില്ല. അതിൽ വിതരണക്കാർ കണ്ടൊരു മെയിൻ പ്രശ്നം സ്റ്റാർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകൾ സിനിമയിൽ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു.
സോ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ രാജീവ് രവി തന്നെയാണ് ലാൽ ജോസിനോട് സിനിമയെ പറ്റി പറയുന്നത്. LJ ഫിലിംസിന്റെ ഈ വർഷത്തെ ഷെഡ്യൂൾ കംപ്ലീറ്റ് സെറ്റ് ആയതാണെന്ന് സിനിമ കാണുന്നതിന് മുന്നേ തന്നെ ലാൽ ജോസ് രാജീവ് രവിയോട് പറഞ്ഞിരുന്നു. പക്ഷേ സിനിമ കണ്ടതും ലാൽ ജോസ് ഈ സിനിമ താൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഏക്കുന്നു. അങ്ങനെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അനിതയും ഇർഫാനും. പക്ഷേ പോലീസ് അവരെ സ്വീകരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതോടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് തീർത്തും അസാധാരണമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിലും സിനിമയിലും അവർക്ക് ഒന്നിക്കാൻ കഴിയാതെ പോകും. വന്ദനത്തെ കുറിച്ച് പറയാതെ നമുക്ക് ഈ ലിസ്റ്റ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. VR ഗോപാലകൃഷ്ണന്റെ സ്ക്രിപ്റ്റിൽ 1989 മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് വന്ദനം. മോഹൻലാലിനെ കൂടാതെ തന്നെ മുകേഷ്, ഗിരിജ ഷെട്ടാർ, നെടുമുടി വേണു, ജഗദീഷ് തുടങ്ങിയവരൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നുണ്ട്. ഫെർണാണ്ടസ് എന്ന ജയിൽ ചാടിയ പ്രതിയെ ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരുള്ള അയാളുടെ മകള് താമസിക്കുന്ന വീടിനടുത്ത് താമസമാക്കുകയാണ് 2 പോലീസുകാർ. അങ്ങനെ നല്ല കിടിലൻ കോമഡികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിലൊരാൾ ഫെർണാണ്ടസിന്റെ മകളുമായി പ്രണയത്തിലാവുന്നതും പിന്നീട് അതേ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെയാണ് സിനിമയിൽ പറയുന്നത്. വന്ദനം നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചൊരു സിനിമയാണ്. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിൽ പരസ്പരം കണ്ടുമുട്ടാതെ പിരിയുന്ന ഉണ്ണിയും ഗാഥയും 30 വർഷങ്ങൾക്കിപ്പുറം ഇന്നും നമ്മുടെ ഉള്ളിലൊരു നോവാണ്. ഈ സിനിമയും ഇതിന്റെ ക്ലൈമാക്സും എപ്പോ കണ്ടാലും നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉണ്ണി ആ ഫോൺ ഒന്ന് എടുത്തിരുന്നെങ്കിലെന്ന്, വീടിന്റെ താക്കോല് വലിച്ചെറിയാതിരുന്നിരുന്നെങ്കിലെന്ന്, ഉണ്ണി ഗാഥയുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഗാഥ ചെല്ലുന്ന STD ബൂത്തുകളിൽ ഒന്നിലെങ്കിലും ഇത്തിരി തിരക്കില്ലാതിരുന്നിരുന്നുവെങ്കിലെന്ന്, ഒന്നും വേണ്ട ആ കാറിലിരുന്ന് കരയുമ്പോഴെങ്കിലും ഒന്ന് ചരിഞ്ഞ് അങ്ങോട്ടൊന്ന് നോക്കിയിരുന്നെങ്കിലെന്ന്. അങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ ചപല വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. ഇതിലേതെങ്കിലും ഒന്ന് നടന്നിരുന്നുവെങ്കിൽ പോലും ഒരുപക്ഷെ അവർ അവസാനം ഒന്നിച്ചാൽ. ഇപ്പോഴും ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാറുള്ള ഒരു ചർച്ചയാണ് വന്ദനത്തിലെ പിരിയുന്ന ക്ലൈമാക്സ്. മൊബൈൽ ഫോൺ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്ന ചർച്ചകൾ. ആ ചർച്ചകൾ അതിങ്ങനെ ഇനിയും വർഷങ്ങളോളം നടന്നുകൊണ്ടേയിരിക്കും. പൃഥ്വിരാജിനെ നായകനാക്കി 2015 RS വിമൽ സംവിധാനം ചെയ്ത സിനിമയാണ് എന്ന് നിന്റെ മൊയ്തി. മലയാള സിനിമയിൽ വന്നിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ലവ് സ്റ്റോറികളിൽ ഒന്നാണ് എന്ന് നിന്റെ മൊയ്തി. പ്രണയിനികൾ ഒന്നിക്കാതെ പോയ മറ്റൊരു ലവ് സ്റ്റോറി കൂടിയാണ് ഇത്. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കഥ തന്നെയാണല്ലോ. ശരിക്കും നടന്നൊരു സംഭവത്തെ രസമായിട്ട് എടുത്തു വെച്ച് നൈസായി കഥ പറയാനും അതിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കാനും സംവിധായകന് കഴിഞ്ഞൊരു സിനിമയാണ് എന്ന് നിന്റെ മൊയ്തി. സിനിമയിലെ ഓരോ ഷോട്ടും നൈസാക്കാൻ സംവിധായകനും ക്യാമറമാനും പുലർത്തിയ സൂക്ഷ്മത എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മലബാറിൽ മുക്കത്ത് സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന VP ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ മകനായ മൊയ്തീനും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന മുക്കത്തെ ഹിന്ദു പ്രമാണിയായിരുന്ന കൊറ്റങ്ങൽ അച്യുതന്റെ മകളായ കാഞ്ചനമാലയും തമ്മിലുണ്ടായ പ്രണയമാണ് സിനിമയിലൂടെ പറയുന്നത്. ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന പേരിൽ ഈ ലവ് സ്റ്റോറി വിമൽ 2006 ഡോക്യുമെന്ററി ആക്കിയിരുന്നു. പിന്നീട് അത് സിനിമയായി വന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് എത്തി. സിനിമ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ മറ്റൊരു മൊയ്തീനാകാനും മറ്റൊരു കാഞ്ചനമാലയാകാനും ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം അവർ തമ്മിലുള്ള പ്രണയം അത്രയ്ക്ക് സ്ട്രോങ് ആണല്ലോ. ആ പ്രണയം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയം വെറും ഒരു ലവ് സ്റ്റോറി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളുടെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് മൊയ്തീനും കാഞ്ചനമാലയും ഒരുമിക്കുന്ന പോലെ മാറ്റി എഴുതാൻ പറ്റിയിരുന്നെങ്കിലും എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ശരി പോട്ടെ, സിനിമയിൽ അവർ ഒന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റിയൽ ലൈഫിലെങ്കിലും അവര് ഒന്നിച്ചിരുന്നെങ്കിലും. വിധി അത് വല്ലാത്തൊരു സാധനം തന്നെ. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത് 1986 റിലീസ് ചെയ്ത സിനിമയാണ് താളവട്ടം. മലയാളത്തിൽ ഇറങ്ങിയ താളവട്ടവും 1975 ഹോളിവുഡിൽ ഇറങ്ങിയ വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റും ഒരേ കഥ തന്നെയാണ് പറയുന്നത്. അത് ഒരേ കഥ തന്നെ ആവാനുള്ള കാരണം ഈ 2 സിനിമകളും ഒരേ നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് വന്ന സിനിമകളാണ് എന്നുള്ളതാണ്. വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന സിനിമ കംപ്ലീറ്റ്ലി ആ നോവലിനെ ബേസ് ചെയ്ത് വന്നതും എന്നാൽ മലയാളത്തിലേക്ക് വന്നപ്പോൾ അത് നോവലിന്റെ ബേസിക് തീം മാത്രം എടുത്തു വന്നതാണ്. തന്റെ കൺമുന്നിൽ വെച്ച് താൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന കാമുകി മരിച്ചു. എന്തൊരു ഷോക്കാണല്ലേ. ആ മരണം കൺമുന്നിൽ കണ്ട് മാനസിക നില തെറ്റിപ്പോകുന്ന ഒരാളാണ് വിനോദ്. അയാൾ കംപ്ലീറ്റ്ലി പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. തുടർന്ന് അയാൾ ചികിത്സയ്ക്ക് വേണ്ടി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ വെച്ച് തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് വിനോദിന് ഒരു ഇഷ്ടം തോന്നും. എന്നിട്ടെന്തോന്ന്, ആ ഇഷ്ടം അയാളുടെ ജീവൻ തന്നെ എടുക്കും. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ. കേൾക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയി തോന്നുമെങ്കിലും അവസാനം ട്രാജഡി ആകുന്നത് വരെ സിനിമ ഭയങ്കര കോമഡിയാണ്. രോഗികളും ആശുപത്രിയും നമ്മളെ ഇത്രയും ചിരിപ്പിച്ച മറ്റൊരു സിനിമയുണ്ടോ എന്ന് സംശയമാണ്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യം പ്രേമം നഷ്ടപ്പെട്ട ഒരാളാണല്ലോ നമ്മുടെ നായകൻ വിനോദ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ പ്രേമം സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സിനിമ ഇങ്ങനെ കണ്ടുവരുന്നത്. പക്ഷേ ഒടുവിൽ നടന്നത് നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്താണ്. അവസാനം അവരൊന്നിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും കോമഡിയായി പറഞ്ഞ സിനിമ കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന രീതിയിൽ നായകൻ മരിക്കുകയും കൂടി ചെയ്യുകയാണ്. അവിടെ മരിക്കുക എന്ന് പറയുന്നതിനേക്കാളും കൊല്ലുക എന്ന് വേണം പറയാൻ. നേരത്തെ പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. മിസ്റ്റർ പ്രിയദർശൻ, പറയാതിരിക്കാൻ വയ്യണ്ണ, നിങ്ങളൊരു സാഡിസ്റ്റ് തന്നെ.
വീണ്ടും പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി 1988 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ചിത്രം. മലയാളത്തിൽ ആദ്യമായി 1 വർഷത്തോളം തിയേറ്ററുകളിൽ ഓടിയ സിനിമ എന്ന പ്രത്യേകത കൂടിയുള്ള ഒരു സിനിമയാണ് ചിത്രം. ചിത്രത്തിലെ ക്ലൈമാക്സ് സീനുകൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല, ചത്താലും മറക്കില്ല. സിനിമയുടെ ക്ലൈമാക്സ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ലെങ്കിലും അത് പെട്ടെന്ന് സംഭവിച്ചതല്ലാത്തത് കൊണ്ടും വളരെ സമയമെടുത്ത് സെക്കൻഡ് ഹാഫിൽ വിഷ്ണുവിന്റെ മരണം പറയാതെ പറയുന്നത് കൊണ്ടും അത് കാണുന്നവരിൽ വലിയ ഷോക്കൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ സിനിമ കണ്ട ഓരോരുത്തരും വിഷ്ണുവിന്റെ അവസ്ഥയിൽ നിരാശരായി കണ്ണ് നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ കണ്ട് അവസാനിപ്പിച്ചത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്ന ലാലേട്ടന്റെ ഈ ചോദ്യവും അപ്പോൾ ബീജിയമായി വരുന്ന ഹമ്മിങ്ങും ഒക്കെ ചങ്കിക്കൊള്ളും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അവരൊന്നും ഒന്നിച്ചിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് സിനിമ കണ്ട എല്ലാവരും പറഞ്ഞു. പക്ഷേ അവരൊന്നിച്ചില്ല. അതാണ് ജീവിതം. സിനിമയുടെ അവസാനം നായികയെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് നായകൻ ജീപ്പിൽ കയറി പോകുന്ന കാഴ്ച, അത് ആർക്കാണ് മറക്കാൻ പറ്റുക? അരുൺ ബോസും മിഥുൻ ജോർജും ഒന്നിച്ച് സ്ക്രിപ്റ്റ് എഴുതി അരുൺ ബോസ് സംവിധാനം ചെയ്ത് 2019 വന്ന ടൊവിനോ തോമസ് ചിത്രമാണ് ലൂക്ക. ഭീകരമായ ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ പേര് നടക്കുന്ന നായിക. അതൊക്കെ ഒന്ന് തുറന്നു പറയാനോ കൂടെ നിൽക്കാനോ പോലും ആരുമില്ലാത്ത ഒരുപാട് ഇൻസെക്യൂരിറ്റികളുള്ള ആളാണ് നായിക നീഹാരിക. അതേസമയം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ന്യായീകരണമുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന, അത് അപ്പൊ തന്നെ പ്രകടിപ്പിക്കുന്ന ആർട്ടിസ്റ്റായ ലൂക്ക. ഒരു പോയിന്റിൽ വെച്ച് ഇവര് കണ്ടുമുട്ടുന്നു, പ്രേമത്തിലാവും. ഇവരൊടുക്ക ഒന്നിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ അവസാനം ഒരുമിച്ച് മരിച്ചു പോവുകയും കൂടെ ചെയ്യുന്നു. ഈ ഒരു ലവ് സ്റ്റോറിക്ക് പുറമെ മറ്റൊരു ലവ് സ്റ്റോറിയും സിനിമയിൽ പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ അക്ബറിന്റെ ലവ് സ്റ്റോറി. എന്തിനാണ് തന്റെ കാമുകി തന്നെ ഇട്ടിട്ട് പോയതെന്നുള്ള കാര്യം പോലും അയാൾക്കറിയില്ല. ഒരുപാട് കാമുകന്മാരുടെ അവസ്ഥയാണത്. ആ ഒരു പെയിനും കൊണ്ട് നടക്കുന്ന ആളാണ് ഇൻസ്പെക്ടർ അക്ബർ. പുള്ളിയുടെ ആദ്യ പ്രണയവും സിനിമയിൽ സെറ്റ് ആവാതെയാണ് പോകുന്നത്. അങ്ങനെ സിനിമയിൽ കാണിക്കുന്ന പ്രണയങ്ങളെല്ലാം എന്തല്ലേ, എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോ സിനിമകൾ എടുത്തു വെക്കുന്നത്? എന്തായാലും ലൂക്ക ഗംഭീര പടമാണ് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിയോ. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ലൂക്ക. ഇനി ഇതൊരു സ്ട്രെയിറ്റ് മലയാളം പടമല്ല, ഒരു ബൈലിംഗ്വൽ പടം അല്ലേ, ബൈലിംഗ്വൽ പടമാണത്. ദുൽഖർ സൽമാനെ നായകനാക്കി ഹനു രാഘവ്പുടി 2022 സംവിധാനം ചെയ്ത സിനിമയാണ് സീതാറാം. മലയാളത്തിൽ അത് സീതാരാമം. അനാഥനായ പട്ടാളക്കാരനായ റാം റേഡിയോയിലൂടെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്നു. അതിനുശേഷം പിന്നീട് ചേട്ടനായും അനിയനായും മാമനായും കാമുകനായും ഒക്കെ റാമിനെ കണ്ടുകൊണ്ട് ഒരുപാട് കത്തുകൾ വരികയാണ് റാമിന്. അതില് റാമിനെ ഭർത്താവായി കണ്ട് ഒരു പെൺകുട്ടി എഴുതുന്ന ഒരു കത്തും ആ കത്തിലൂടെയുള്ള യാത്രയും അതിലൂടെയുള്ള റാമിന്റെയും സീതയുടെയും പ്രണയവുമാണ് സീതാരാമം എന്ന സിനിമയിലൂടെ സംവിധായകൻ പറയുന്നത്. ഒരുപാട് ക്ലീശകൾ നിറഞ്ഞൊരു സിനിമയാണ് സീതാരാമം. പക്ഷെ അതൊക്കെ മികച്ച അവതരണത്തിലൂടെ സംവിധായകൻ മറികടന്നിട്ടുണ്ട്. സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് സീതയുടെയും റാമിന്റെയും പ്രണയം തന്നെയാണ്. ഒടുക്കം വരെയും അവർ അവസാനം ഒന്നിക്കുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അവസാന സീനിലെങ്കിലും സിനിമ അവസാനിക്കുക ആ ഒരു രീതിയിലാകുമെന്ന് സിനിമ കണ്ട ഓരോരുത്തരും പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അതുണ്ടായില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നായകനും നായികയും ഒന്നിക്കാതെ പോയ ചില സിനിമകൾ. ഇതിന്റെ ഒരു 10,000 ഇരട്ടി കഥകൾ നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം, എനിക്കും ഉണ്ട്. ആ കഥകളൊക്കെ കമന്റിൽ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തൂ, ഞാനും ഒപ്പം കൂടാം. അപ്പോ ഹാപ്പി വാലന്റൈൻസ് ഡേ മക്കളെ. പുഴുകേറിയ ഡയറി മിൽക്ക് ഒന്നും വാങ്ങിക്കൊടുത്ത് പല്ല് ചീത്തയാക്കാതിരിക്കുക, പറ്റുമെങ്കിൽ സ്റ്റോറി ഇട്ട് വെറുപ്പിക്കാതിരിക്കുക. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.